കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരു വിശുദ്ധ ദിവസത്തിന്റെ പുലർകാലം കൂടെ കർത്താവ് ദാനം തന്നിരിക്കുകയാണ്. ഓരോ പ്രഭാതങ്ങളും ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രഭാതം മുതൽ പ്രദോഷം വരെ നമുക്ക് ആവശ്യമായ ഊർജം പകരുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. നാം ഈ ലോക ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ പ്രതികൂലങ്ങളിൽ തളർന്നു പോകാതെ നാം ആരോഗ്യത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം കൂടാതെ സാധ്യമല്ല. ഇന്നത്തെ നമ്മുടെ പ്രഭാത മന്നയുടെ ചിന്താവിഷയം മാറ്റമില്ലാത്ത ന്യായപ്രമാണം എന്നുള്ളതാണ്. മാറ്റമില്ലാത്ത ന്യായപ്രമാണം. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യമാണ്. മത്തായി 5:17. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തെ അവിശ്വസിച്ച് മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ, പാപത്തിൽ വീണ മനുഷ്യനെ ദൈവം തമ്പുരാൻ അവൻ പാപം വിട്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ കൊടുത്ത പ്രമാണമാണ് ദൈവത്തിന്റെ 10 കൽപ്പനകൾ. അപ്പൊ പാപം എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവിക പ്രമാണമാണ് 10 കൽപ്പനകൾ. റോമാലേഖനം 7-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. റോമർ 7:7. ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. പൗലോസ് പറയുകയാണ്, ഞാൻ ന്യായപ്രമാണത്താലാണ് പാപത്തെ അറിഞ്ഞത് എന്ന് പറഞ്ഞാൽ പാപം എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണമാണ്. അപ്പൊ എല്ലാ കാലത്തുമുള്ള ദൈവജനം പാപം എന്താണെന്ന് ദൈവജനത്തിന് നിർവചിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്തമാണ് ന്യായപ്രമാണത്തിനുള്ളത്. എന്നാൽ കർത്താവിന്റെ കാലത്തും ഇന്നത്തെ കാലത്തുമുള്ള ഒരു വലിയ വിഭാഗത്തിനും ഉണ്ടായിരുന്ന ഒരു സംശയമുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ന്യായപ്രമാണത്തെ നീക്കുവാൻ വേണ്ടിയിട്ടാണോ? അപ്രകാരം സംശയം ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് യേശു കർത്താവ് കൊടുത്ത വളരെ സുപ്രധാനമായ ഒരു മറുപടി തിരുവചനത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ. മത്തായി 5:17 മുതൽ 19 വരെ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. എന്നിട്ട് യേശു പറയാണ്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് ജനത്തോട് പറഞ്ഞ ഒരു തിരുവചന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മുടെ തലയ്ക്ക് മീതെ ആകാശവും നമ്മുടെ പാദങ്ങൾക്ക് കീഴെ ഭൂമിയുമുള്ള കാലത്തോളം ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് മാറ്റമില്ല എന്നുള്ള വസ്തുത വളരെ അടിവരയിട്ട് കർത്താവ് പ്രസ്താവിക്കുകയാണ്. അപ്പൊ നമ്മള് യേശു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അപ്പൊ യേശുക്രിസ്തു ന്യായപ്രമാണത്തെ നിവർത്തിച്ചു. ഇംഗ്ലീഷിൽ ഫുൾഫിൽ എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വരുന്നത് വരെ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് മനുഷ്യനുണ്ടായിരുന്ന അറിവിനെ കർത്താവ് പൂർത്തീകരിച്ചു, അല്ലെങ്കിൽ നിറച്ചു. ഫുൾഫിൽ. നമുക്ക് ഉണ്ടായിരുന്ന പകുതി അറിവിനെ യേശുവിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്നു. ഒരു ഉദാഹരണം പറയാം. യേശുക്രിസ്തു ഈ ലോകത്തിൽ വരുന്നത് വരെ വ്യഭിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത് ഒരു സ്ത്രീ ഒരു പുരുഷനുമായിട്ടോ ഒരു പുരുഷ സ്ത്രീയുമായിട്ടോ തെറ്റായ ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് അവനെ വ്യഭിചാരി എന്ന് വിളിച്ചത്. എന്നാൽ യേശു കർത്താവ് എന്താ പഠിപ്പിച്ചത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അപ്പൊ യേശുക്രിസ്തു എന്താ പഠിപ്പിച്ചത്? വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെടുന്നത് മാത്രമല്ല വ്യഭിചാരം, പിന്നെയോ നമ്മുടെ ഹൃദയം കൊണ്ട് തെറ്റായ ചിന്ത ഉണ്ടാകുന്നത് തന്നെ വ്യഭിചാരമാണ്.
അപ്പൊ യേശുക്രിസ്തു ന്യായപ്രമാണത്തെ നിവർത്തിച്ചു, ഫുൾഫിൽ ചെയ്തു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ 10 കൽപ്പനകളുടെ ശരിയായ വ്യാഖ്യാനം, യേശു എങ്ങനെ ന്യായപ്രമാണത്തെ നിവർത്തിച്ചു, ഫുൾഫിൽ ചെയ്തു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പലപ്പോഴും മനുഷ്യൻ പറയുന്നത് കർത്താവിനായ പ്രമാണത്തെ നീക്കിക്കളഞ്ഞു, കർത്താവിനായ പ്രമാണത്തെ മാറ്റി, നാം ഇനി ഇത് അനുസരിക്കേണ്ടതില്ല എന്നൊക്കെയുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ ഇന്നത്തെ ലോകത്തിലുള്ളപ്പോൾ ശരിക്കും ന്യായപ്രമാണത്തെ യേശു ക്രിസ്തു എങ്ങനെ നിവർത്തിച്ചു എന്നുള്ളത് തിരുവചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നാളുകളിൽ ദൈവിക ന്യായപ്രമാണത്തോടുള്ള നമ്മുടെ സമീപനം എന്താണെന്ന് ചിന്തിക്കുവാൻ, ദൈവിക കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ, കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന്റെ 10 കൽപ്പനകൾ അനുസരിക്കാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് നാം പാപം വിട്ട് വിശുദ്ധീകരണത്തിൽ ജീവിക്കണമെങ്കിൽ ദൈവിക പ്രമാണങ്ങളുടെ വഴിയെ സഞ്ചരിക്കണം. കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് ദൈവകൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് കർത്താവ് രണ്ടാമത് വരുന്നത്. അതുകൊണ്ട് ഈ നല്ല പ്രഭാതത്തിൽ നാം എങ്ങനെയുള്ളവരാണ്? പ്രമാണത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നവരോ പ്രമാണത്തെ അനുസരിക്കുന്നവരോ? ചിന്തിക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരുണ്ട്. പുന്നവേലി സഭയിലെ മിസ്റ്റർ KJ ജോൺ, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അദ്ദേഹത്തെ കൂടെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത് ന്യായപ്രമാണത്തെ നീക്കിക്കളയുവാനല്ല, പിന്നെയോ ന്യായപ്രമാണത്തിന്റെ പൂർണ്ണതയിലേക്ക്, അതിന്റെ അർത്ഥപൂർത്തിയിലേക്ക് ജനത്തെ നയിക്കുന്നതിനാണെന്നുള്ള വലിയ പരമാർത്ഥം ഇന്ന് പകൽക്കാലവടികളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ പ്രിയമക്കളെ നിറയ്ക്കണമേ. കർത്താവെ, ഇന്നത്തെ വിശുദ്ധ പകൽക്കാലം അവിടുത്തെ ആരാധിപ്പാനുള്ള കൃപ കർത്താവടികൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും ഭാരത്തിലും കഷ്ടതയിലും കണ്ണുനീരിലും ഒക്കെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും മനസ്സലിയണം. പ്രത്യേകിച്ച് ജന്മദിനമുള്ള പ്രിയമകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം പ്രിയമകന് എല്ലാ അനുഗ്രഹത്തിന്റെയും വർഷമാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിന്റെ തിന്മുള്ള നാമത്തിൽ ഏറ്റവും നന്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വിശുദ്ധ ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.